വിജയകുമാർ, നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ വാർത്തകൾ എത്തിക്കണം നമ്മുടെ ജോലിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത, അങ്ങേയറ്റം വേദനാജനകമായ, അടുത്ത കാലത്ത് നമ്മൾ കാണാത്ത ദുരന്തത്തിൻ്റെ നേർസാക്ഷ്യങ്ങളല്ലേ അവിടെ കാണാൻ കഴിയുന്നത്. എത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു ടെറൈനായി മാറിയിരിക്കുന്നു. രാവിലെ എനിക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, ഇവിടെ രക്ഷാദൗത്യത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വേഗത്തിൽ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ആർമി അവരുടെ പാലം, താൽക്കാലിക പാലം തയ്യാറാക്കുന്നതിന് വേണ്ടിയ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരുടെ പാലം നിർമ്മാണത്തിന് വളരെ ശ്രമകരമായ ദൗത്യം ഇവിടെ തുടരുകയാണ്. രാവിലെ ഇവിടെ മഴ ഇങ്ങനെ മാറിയും മറിഞ്ഞും മഴ പെയ്യുന്നുണ്ട്. അതിതീവ്ര മഴ അല്ലെങ്കിൽ പോലും ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി 2-3 തവണ വലിയ മാരകമായ പേമാരി കണക്ക് മഴ പെയ്തു. അപ്പോൾ വീണ്ടും ആ ഒഴുക്ക് കുറച്ചുകൂടി അവിടെ കൂടിയിട്ടുണ്ട്. അതിന്റെ അങ്ങേക്കരയിലേക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ അങ്ങേക്കരയിലേക്ക് ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് ആദ്യ ബാച്ച് അവിടേക്ക് പോയത് ആദ്യ ദൃശ്യങ്ങൾ കാണാം. അങ്ങേക്കരയിൽ ഇപ്പോൾ ദൗത്യ സംഘം അവരുടെ ജോലി മുണ്ടക്കൈ മേഖലയിലേക്ക്, അതിന്റെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് അവിടെ കുടുങ്ങിയിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാനൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടെ ഉള്ളവരെ കൊണ്ടുവരുന്നതിന് ഇനിയിപ്പോൾ കൂടുതൽ വാഹനങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആർമി അവരുടെ പാലം നിർമ്മിക്കുകയാണ്. ഇന്നലെ യഥാർത്ഥത്തിൽ ഈ പാലമാണ് ഇവിടെ വലിയ തോതിൽ ദൗത്യത്തിന് സഹായകമായത്. ഇന്നപ്പോൾ ആ പാലം കുറെ കൂടി വിപുലമായ തോതിൽ, കുറെ കൂടി കൂടുതൽ ഹെവി സംഗതികൾ കയറ്റിക്കൊണ്ട് പോകുന്ന തരത്തിൽ അത് ഉണ്ടാക്കുന്നതിന്, അതിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി അവരൊരു തറ റെഡിയാക്കുന്നുണ്ട്, നിരപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വലിയ ഇരുമ്പിന്റെ കേഡറുകൾ താഴേക്ക് ഇറക്കി അത് ഘടിപ്പിച്ചാണ് ആ പാലം നിർമ്മിക്കുന്നത്. ആ ജോലിയാണ് രാവിലെ നടക്കുന്നത്. ആ ജോലി അത് പൂർത്തിയായാൽ മാത്രമായിരിക്കും നമുക്ക് വളരെ സുഗമമായ തരത്തിൽ ഇന്ന് അപ്പുറത്തേക്ക് എത്തി ദൗത്യത്തിൽ ആളുകളെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ, അത് ജീവഹാനി സംഭവിച്ചവരുണ്ടോ, അവരുടെ അവസ്ഥ എന്താണ്, അവർക്ക് ഇനി ഭക്ഷണം എത്തിക്കേണ്ടവർക്ക് ഭക്ഷണം, അതിനൊക്കെയുള്ള ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇന്നലെ ആർത്തലച്ചൊഴുകിയ ആ അരുവി അതൊരു വലിയ പുഴയായി ഒഴുകിയതാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ അതിന്റെ ശമനം, ഒഴുക്കിന് കുറവുണ്ടെന്നുണ്ടെങ്കിലും അത് കുറെ കൂടി വിസ്താരമായി ഒഴുകുന്നുണ്ട്. പക്ഷെ ഒഴുക്കിന്റെ കാഠിന്യത്തിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ വിവിധ മേഖലകളിൽ, അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥര്, അതുപോലെ NDRF, അതുപോലെ വിവിധ ഏജൻസികൾ, അവരുടെ രക്ഷാദൗത്യം, സർക്കാർ ഇതര ഏജൻസികൾ, കേരളത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രെയിൻഡായ പരിശീലനം സിദ്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന രക്ഷാപ്രവർത്തകർ, അവരുടെയൊക്കെ നീണ്ട നിരയാണ് നമ്മൾ ഇവിടെ എല്ലായിടത്തും കാണുന്നത്. എല്ലാവരും ആ രക്ഷാദൗത്യത്തിൽ രാവിലെ തന്നെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കാലാവസ്ഥ അനുകൂലമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മഴ, അതികഠിനമായ മഴയില്ല, പക്ഷേ മഴ ഏത് സമയത്തും പെയ്യാം. ഞാനീ നിൽക്കുന്നതാണ് ചൂരൽമല എന്ന് പറയുന്ന ആ ചൂരൽമല ഒരു അങ്ങാടി ആയിരുന്നു. ആ അങ്ങാടി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങനെ അങ്ങാടി എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ഒരു മൺകൂമ്പാരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് നെഞ്ച് വിങ്ങുന്ന വേദനയുണ്ട്. കാരണം നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന പ്രതലത്തിന് താഴെ ഏതെങ്കിലും ജീവൻ അവിടെ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു രോദനമുണ്ടോ എന്ന്, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വിലാപമുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന തരത്തിലാണ് ഇവിടെ. എവിടൊക്കെയാണ് ആളുകളുടെ ശരീരം വന്ന് കുടുങ്ങിയിരിക്കുന്നത്, എവിടൊക്കെയാണ് ആളുകൾ ജീവന് വേണ്ടി കേഴുന്നത്, എവിടൊക്കെയാണ് ആളുകൾ അലമുറയിടുന്നത് നമുക്കറിയില്ല. മണ്ണിനടിയിൽ നിന്ന് വിലാപങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ചൂരൽമല ഒരു വിലാപ ഭൂമിയായി മാറിക്കഴിഞ്ഞു. മുണ്ടക്കൈ എന്നത് ഒരു നോമാൻസ് ലാൻഡ് പോലെ ആയി കഴിഞ്ഞു. അതും ഒരു ചെറിയ പട്ടണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ ഒരു ചെറിയ അങ്ങാടിയായിരുന്നു, ഒരു ഗ്രാമത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. അതിപ്പോൾ ഒരു മൺകൂമ്പാരമായി മാറി. അങ്ങനെ ഇവിടെ എല്ലാം മൺകൂമ്പാരമാണ്, വിലാപങ്ങളാണ്, രോദനങ്ങളാണ്, ഹൃദയഭേദകമായ കാഴ്ചകളാണ്. അതാണ് പ്രേക്ഷകരെ കാണുന്നത്. ഇവിടെ ഈ നിൽക്കുന്ന ഈ കെട്ടിടങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന തരത്തിൽ ദുർബലമാണ്. അതിന്റെ അടിത്തട്ട് ഇളകി നിൽക്കുകയാണ്. അവിടെയൊക്കെ ദൗത്യസംഘമൊക്കെ അവരുടെ ജീവൻ പണയം വെച്ചാണ് അവിടെ ചെളി നീക്കി നോക്കുന്നത്. അവിടെ ആരെങ്കിലും ഒക്കെ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഏതൊക്കെ ഭാഗത്തേക്കാണ് ഈ ജലപ്രവാഹം, ഈ മണ്ണ് പ്രവാഹം ആളുകളെ കൊണ്ടുവന്നെത്തിച്ചതെന്നറിയില്ല. ഞാൻ നിൽക്കുന്നതിന്റെ ഒരു 1/2 കിലോമീറ്റർ താഴെ ഒരു 100 കണക്കിന് മരങ്ങളും കല്ലുകളും എല്ലാം വന്ന് അടിഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഇന്നലെ കുറേ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അപ്പോൾ ഇന്നലെ ഒരു നാട്ടുകാർ നമ്മളോട് പറയുകയായിരുന്നു, അവിടെ വീണ്ടും വിശദമായ പരിശോധന നടത്തണം, അവിടേക്ക് ആളുകൾ വന്ന് കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ കരുതുന്നത് എന്നാണ്. അങ്ങനെ
എവിടൊക്കെ തിരയണമെന്നത് സംബന്ധിച്ചോ ആരെയൊക്കെ കാണാതെ പോയി എന്നത് സംബന്ധിച്ചോ ഒരു കണക്കുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ കുടുങ്ങിയവരെ സംബന്ധിച്ച് അവരെവിടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അവരാരൊക്കെയാണ്, അവരെവിടെയുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവരാരൊക്കെയാണ്, എത്ര ആളുകളുണ്ട് എന്നത് സംബന്ധിച്ചൊന്നും ഒരു കണക്കും നമ്മളുടെ ഒന്നും പക്കലില്ല, അതോറിറ്റീസിന്റെയും പക്കലില്ല എന്നതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ആരെ തിരയണം, എവിടെ തിരയണം, എങ്ങനെ തിരയണം എന്നതിന് ഒരു വിവരവുമില്ല. പക്ഷേ ലഭ്യമായിരിക്കുന്ന എല്ലാ സാമഗ്രികളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി രാവിലെ മുതൽ തുടങ്ങിയിരിക്കുന്ന രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഒരുപക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് യാന്ത്രികമായി നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നാണ്. വിലാപം മാത്രമാണ് ഇവിടെ. ഇന്നലെ നമ്മൾ കാണുകയായിരുന്നു, വൈകിട്ട് ഇവിടെ വരുമ്പോൾ മൃതദേഹങ്ങൾ ഓരോന്നായി നമ്മൾ നിൽക്കുന്നതിനപ്പുറത്തുള്ള ആ റോപ്പ് വേയിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു 42 മൃതദേഹങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്നുമായി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ആശ്വാസ കാഴ്ച ഉണ്ടായിരുന്ന മുണ്ടക്കൈയിൽ കുടുങ്ങിയ ഏതാണ്ട് 800-നും 1000-നും ഇടയിലും ആളുകളെ നമുക്ക് ഈ ആർമി ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ വളരെ സുരക്ഷിതരായി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ്. അതൊരു വലിയ നേട്ടമാണ്. കാരണം ഇത്രയും വലിയ ദുരന്തമുണ്ടായ ഒരു സ്ഥലത്ത് നിന്ന് 24 മണിക്കൂറിനുള്ള അത്രയും ആളുകളെ ജീവനോടെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ പറയുമ്പോഴും അവിടെ തിരയണം എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം അവർ പലരും ജീവനറ്റ ശരീരങ്ങൾ കണ്ടു. അതിൽ കുറെയൊക്കെ അവരെ എടുത്ത് ഒരു റിസോർട്ടിന്റെ ഭാഗത്തേക്ക് മാറ്റി. അവിടെ നിന്ന് പിന്നീട് രാത്രി വൈകിയും ഈ ദൗത്യ സംഘാംഗങ്ങൾ പോയി ആ ചേതനയറ്റ ശരീരങ്ങൾ ഇവിടേക്ക് റോപ്പ് വേയിലൂടെ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്യന്തം ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ചകളൊക്കെ. അവർ പറയുകയായിരുന്നു, അവിടെ മണ്ണിനടിയിൽ ഇനിയും ആളുകളുണ്ട്. ഒരു വീടിന്റെയും ഒന്നിലധികം വീടുകളുടെ ടെറസ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ, ബാക്കി മുഴുവൻ മണ്ണിനടിയിലാണ്. ഒരാൾ താഴ്ചയിൽ അവിടെ ദുരന്തഭൂമിയുടെ ആകാശ ദൃശ്യങ്ങളാണ്. എല്ലാം ഇല്ലാതായി പോയ, ഒരു രാത്രിയിൽ നശിച്ചുപോയ, ഒരു രാത്രിയിൽ ഉരുള് കവർന്ന, നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കുലംകുത്തി ഒഴുകുന്ന പുഴ, ഉരുള് പൊട്ടിയെത്തിയ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ, അവിടെ ഗ്രാമമുണ്ട് എന്നുപോലും ഗ്രാമമുണ്ട്, വീടുകളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു എന്നുപോലും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം വല്ലാത്ത രീതിയിലാക്കിയതിൻ്റെ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴേക്കും വയനാട്ടിൽ ആ ഗ്രാമം ഇല്ലാതാവുകയായിരുന്നു. പാതിരാത്രിക്ക് ശേഷം ഒഴുകിയെത്തിയ ദുരന്തത്തിൽ ജില്ലയിലെ ഉൾപ്രദേശമായ ഈ മുണ്ടക്കൈ ഇല്ലാതായി എന്ന ഞെട്ടലാണ് ഇപ്പോഴും അതിൻ്റെ സമീപ പ്രദേശത്തുള്ളവർ. അവിടെ ഒരുപാട് ഉറ്റവരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാതായതിൻ്റെ വലിയ വേദനയാണ്. ഇന്നിപ്പോൾ രക്ഷാദൗത്യം ഏറ്റവും സജീവമായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം തന്നെ സേനാ സംഘങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്താൻ പോകുന്നു. അവിടെ കൂടുതൽ തെരച്ചിൽ നടത്താൻ പോകുന്നു. അവിടെ കൂടുതൽ തെരച്ചിൽ നടത്തുമ്പോൾ നമ്മൾക്ക് ആശങ്കപ്പെടുന്ന, പേടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ആ മണ്ണിനടിയിൽ കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ്. പ്രാണന്റെ തുള്ളിയെങ്കിലും ഉള്ള ആരെങ്കിലും ഉണ്ടോ, അവരെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി എന്നുള്ള ആലോചനകളിൽ സൈന്യം നിൽക്കുന്നു. അതോ അവിടെ കാണേണ്ടി വരിക കൂടുതൽ മൃതദേഹങ്ങളായിരിക്കുമോ എന്ന വലിയ ആശങ്ക, വലിയ വേദന ഈ പുലർച്ചയുടെ വേദന കൂടിയാകുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ഈ ഉരുൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടിയൊലിച്ച് മുണ്ടക്കൈ വഴി എത്തി ആ വെള്ളാർമല സ്കൂളിനെയൊക്കെ തുടച്ചെടുത്തുകൊണ്ട് ആ വഴി ഒഴുകി പോത്തുകല്ല് ഭാഗത്തേക്ക്, നിലമ്പൂർ ചാലിയാർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ആ വലിയ ഉരുൾ, ആ ഉരുൾ പൊട്ടി ഒഴുകി വന്ന അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ചാലിയാർ വരെ പോകുന്ന ആ വഴിയെ ഒന്നാകെ ചൂരൽമല ടൗണിൻ്റെ ഒരു ഭാഗത്തെയും തുടച്ചു നീക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അതിന് ടൗൺ എന്നൊന്നും ഇപ്പോൾ വിളിക്കാൻ കഴിയാത്ത വണ്ണം ഒരു മൺകൂനയായി മാറിയിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. മുണ്ടക്കൈയിൽ നേരത്തെ ശ്രീകാന്ത് ആ വിവരങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. മുണ്ടക്കൈയിൽ അങ്ങേയറ്റത്തെ എന്താ പറയുക, വേദനാജനകമായ, അങ്ങേയറ്റം സങ്കടം ജനിപ്പിക്കുന്ന അവിടെ ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നതാണ്. അവിടെ ചെറിയ ചായക്കടകൾ ഉണ്ടായിരുന്നു, ചെറിയ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. അവിടെ ജീവിതം ഏറ്റവും കൂടുതൽ ഊഷ്മളമായി നടന്നുകൊണ്ടിരുന്ന ഒരു ഗ്രാമമാണ്, ഒരു മലയോര ഗ്രാമമാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ആ അവസ്ഥയിലേക്ക് അത് അട്ടിമറിക്കപ്പെട്ടത്. ആ ഗ്രാമം അങ്ങേയറ്റത്തെ അട്ടിമറിക്കപ്പെട്ടു. അവിടെയുള്ളത് വിലാപങ്ങളാണ്, നിലവിളികളാണ്, വേദനകൾ മാത്രമാണ്. ഒരുപാട് 3-4 കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ചെറിയ കുട്ടികൾ 13, 14, 15 വയസ്സുള്ള കുറേയധികം കുട്ടികൾ ഈ ദുരന്തത്തിൽ മരണപ്പെടുന്നു. പല സ്ഥലങ്ങളിലും കാണാതായവർ എവിടെയാണ് എന്നറിയാത്ത അത്യധികം വേദനാജനകമായ അന്തരീക്ഷം.